നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമ്മൾ തിരക്കില്ലാത്തൊരു റോഡിൽ കൂടെ പോകുവാണ്. അപ്പം നമ്മുടെ തൊട്ട് മുന്നിലൊരു വണ്ടിയുണ്ട്, നമ്മളെക്കാട്ടിയും വേഗത കുറച്ചാണ് പോകുന്നത്. അപ്പം നമുക്ക് അതിനൊന്ന് ഓവർടേക്ക് ചെയ്യണം. അതിനുവേണ്ടി പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കും, റൈറ്റ് ഇൻഡിക്കേറ്റർ. അതിനുശേഷം നമ്മൾ ആക്ച്വലി ആക്സിലേറ്റർ കൂട്ടുമ്പം ആ തൊട്ട് മുന്നിൽ കിടന്ന വാഹനം നമ്മളെക്കാട്ടിയും വേഗത കുറച്ച് പോകുമായിരുന്നു. ജസ്റ്റ് ഒരു ഹോണും അടിക്കും. എന്തിനാ? ആ വാഹനത്തിനെ മറികടക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ ഒന്ന് സൈഡ് തരികയോ അല്ലെങ്കിൽ ഒന്ന് വേഗത ഒന്നും കൂടെ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൂട്ടുമ്പം ഇതുവരെക്കും അയാൾക്ക് വേഗത വേണ്ടായിരുന്നു, നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഉടനെ സ്പീഡ് കൂട്ടും. അങ്ങനെ നിങ്ങൾക്കൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം. അതുകൂടാതെ ഇതേപോലെ നമ്മളൊരു വാഹനം ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നുണ്ട്. ആ വരുന്ന വാഹനത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ടൈം ഉണ്ടായിരിക്കും. എങ്കിലും അവനൊന്ന് റൈറ്റിലോട്ട് കയറ്റി ഒരു പിടുത്തം പിടിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് സ്കില്ലുള്ള ഡ്രൈവർമാരോട് പറയുകയാണ്, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കാണും. ചിലപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവറിന് അത്രയും എക്സ്പീരിയൻസ് കാണത്തില്ല. നമ്മൾ അവരെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് നോക്കുന്നതായിരിക്കും. ചിലപ്പം ഒരു നിരപരാധിയുടെ ജീവനായിരിക്കും പൊലിയുന്ന. ഒരിക്കലും നമ്മളെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഒരുപാട് അഹങ്കാരമോ അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യമോ അങ്ങനെ ഒന്നും നമുക്ക് ഒരിക്കലും ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് തോന്നരുത്. മനസ്സിൽ പോലും ഒരു ഇത്തിരി പോലും കാണരുത്. അഥവാ അങ്ങനെ ഒരാൾ ഓവർടേക്ക് ചെയ്ത് വരുന്ന കണ്ട നമ്മൾ ആ വരുന്ന ആൾക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക. അല്ലാതെ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും നമ്മൾ റോഡിൽ കാണിക്കരുത്. അങ്ങനെയെല്ലാം നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഹാപ്പി ജേർണി. താങ്ക്